ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ലൊരു സാഗോ കസ്റ്റാർഡാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള സാബുനരി ജവരി ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/3 കപ്പ് അളവിൽ ജവരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടി വരും എന്തായാലും വെന്ത് കിട്ടാനായിട്ട്. അതായത് വലിയ സൈസിലുള്ള സബുനരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് കുതിർത്തിട്ടൊക്കെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇത് ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ. വെള്ളം ഇടയ്ക്ക് കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടുവെള്ളം. അപ്പോൾ വെന്ത് കിട്ടുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ തെളിഞ്ഞത് ഇതുപോലെ ആയിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാലിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് പിന്നെ വേവാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം ഇതൊരു സൈഡിലേക്കൊന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിന് മേലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ടൊരു 1/2 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടൊരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ മിക്സാക്കി നോക്കിയിട്ട് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അത് ചേർത്താലും മതിയാകും. എന്നിട്ട് ഇതൊന്നങ്ങ് ചൂടാക്കി എടുക്കാം. പാൽ അത്യാവശ്യം ചൂടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വേവിച്ച സാബുനരി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ടൊരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ അതങ്ങ് തിളപ്പിച്ചെടുക്കുക. ആ ഒരു രണ്ടും കൂടെ ഒന്ന് മിക്സായി കിട്ടിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടെ ചേർത്ത് നല്ല കട്ടയില്ലാതെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കൂട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡിന് കസ്റ്റാർഡ് കുറുക്കിയെടുക്കുന്ന പോലെ അത്ര കട്ടിയിലൊന്നുമല്ല, ചെറുതായിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ അളവിൽ ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വാനിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1-2 തുള്ളി വാനില എസൻസ് എടുത്താലും മതിയാകും. അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 2 നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് നമ്മളിതിൽ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് അതിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു ലൂസിൽ ഓഫ് ചെയ്ത് വെക്കണം, എന്നാലാണ് ഇത് ചൂടാറി കഴിക്കുമ്പോഴേക്കും കറക്റ്റ് ഒരു തിക്കിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായി പോകും. ഇനി നല്ല കോരി കഴിക്കാൻ പാകത്തിനാണെങ്കിൽ ഒന്നുകൂടെ കുറുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടിൽ കുടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ തണുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെയാണ്. സാധാരണ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രൂട്ട് സലാഡായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം, മാങ്ങ, ആപ്പിളൊക്കെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നല്ല തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോഴും നല്ലതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ഈസി ടൈപ്പ് എന്തെങ്കിലും ഡെസേർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്